അതുപോലെ തന്നെയാണ് നിങ്ങൾ ടാക്സ് എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരോടുള്ള എൻ്റെ സമീപനവും. ആദായ നികുതിയുടെ കാര്യത്തിലും സേവന നികുതിയുടെ കാര്യത്തിലും ഞാൻ പരമാവധി സുതാര്യതയും കൃത്യതയും പാലിച്ചുകൊണ്ട് എന്നെ മാതൃകയാക്കുന്ന അനേകർക്ക് പ്രചോദനവും പ്രേരണയാകാനാണ് ശ്രദ്ധിക്കാറുള്ളത്. രണ്ട് കാര്യങ്ങളും രാഷ്ട്ര സേവനത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് വീഴ്ച വരുത്താതെ നികുതി അടയ്ക്കുകയും റിട്ടേൺ സമർപ്പിക്കുകയും ചെയ്യുന്നത്. ഒരു ദിവസം മുമ്പ് രാജ്യത്തിന് കൊടുക്കാനുള്ള എൻ്റെ പങ്ക് കൊടുക്കണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. എൻ്റെ മനസ്സറിയാവുന്ന എൻ്റെ സാമ്പത്തിക നികുതി കാര്യങ്ങൾ നോക്കുന്നവർക്ക് അത് എന്നെക്കാൾ നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ തിരക്കിൽ ഞാൻ മറന്നാലും എൻ്റെയും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫീസ് എന്നെ സംബന്ധിച്ച് സർക്കാരിന് കൊടുക്കേണ്ട നികുതിയുടെ കാര്യത്തിൽ എൻ്റെ പക്ഷത്ത് നിന്നൊരു വീഴ്ച വരുത്താതെ നാളിതുവരെ അവർ നിഷ്കർഷ പാലിച്ചിട്ടുണ്ട്. GST റിട്ടേൺസ് കൃത്യമായും മുൻകൂറായും സമർപ്പിച്ചതിന് നിങ്ങളുടെ വകുപ്പ് മുൻ വർഷങ്ങളിലെല്ലാം തന്നെ എനിക്ക് തന്ന അംഗീകാരത്തോടൊപ്പം ഇന്ന് നൽകുന്ന ഈ ആദരത്തിനും ഞാനേറെ കടപ്പെട്ടിരിക്കുന്നു. അതെനിക്കേറെ അഭിമാനമുളവാക്കുന്നു. നിയമപരമായി ചെയ്യേണ്ട കാര്യമാണെങ്കിലും നമ്മളത് കൃത്യമായി ചെയ്യുമ്പോൾ, അത് അംഗീകരിക്കപ്പെടുമ്പോൾ കിട്ടുന്ന തൃപ്തിയുണ്ട്. അതാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. മാത്രമല്ല, എനിക്ക് ലഭിക്കുന്ന ഈ അംഗീകാരം കാണുകയും അറിയുകയും ചെയ്യുന്ന GST ദായകരായ അനേകം ആളുകൾക്ക് ഇതൊരു പ്രേരണ കൂടിയാവുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. എൻ്റെ ബാല്യവും കൗമാരവും ഒക്കെ ചെലവഴിച്ച് ഈ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് ഞാൻ GST രജിസ്ട്രേഷൻ എടുത്തത്. കാരണം ഞാൻ ഈ ഭൂമികയിൽ നിന്ന് തന്നെയാണ് സിനിമയിലേക്ക് കയറിയത്. അതേ തിരുവനന്തപുരത്ത് സ്നേഹിതർ എന്നെ ഈ മേഖലയിൽ ചെന്നുകൊണ്ടാക്കിയത്. ആ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ദേശ പുരോഗതിക്ക് വേണ്ടി അഹോരാത്രം നിഷ്കർഷയോടെ പ്രവർത്തിക്കുന്ന ധനമന്ത്രാലയത്തിലെ നിങ്ങൾ ഓരോരുത്തരുടെയും സേവനങ്ങൾക്ക് നന്ദി പറയുന്നതിനോടൊപ്പം എൻ്റെ എല്ലാവിധ സ്നേഹവും ആദരവും ഓരോരുത്തർക്കും ഞാൻ അർപ്പിക്കുന്നു. ഒരു വലിയ ഒരു പ്രവർത്തനത്തിന് കൂട്ടായ്മ നൽകിയ എല്ലാവരോടും ഞാൻ കൃതാർത്ഥനാണ്. നല്ലൊരു സായാഹ്നം നിങ്ങൾക്ക് നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.